ഷോയ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? അതായത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായുള്ള ശ്രമം നടന്നിരുന്നു. അതിനെയാണ് ഇവിടെ ചാലക്കുടി MLA ഉൾപ്പെടെയുള്ളവരും എത്തി തടഞ്ഞത്. ആ ശ്രമത്തിനിടയിലാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും MLAയും ഉൾപ്പെടെയുള്ളവർ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറി നിലവിൽ ചാലക്കുടി ആശുപത്രിയിൽ തന്നെയാണ് ഈ മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും എന്താണ് കൃത്യമായ സംഭവം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ MLA തന്നെ വിശദീകരിക്കും. എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടായത്? പോലീസ് അനാവശ്യമായ തിരക്ക് കാണിക്കുകയാണ്. പാവപ്പെട്ട ഒരു ആദിവാസി ആനയുടെ ചവിട്ട് കെട്ടി മരിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് അതിന് സമാധാനം പറയാതെ പോലീസ് പാവപ്പെട്ട ആദിവാസിയുടെ ബോഡിയുമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തോ ബന്ധപ്പെട്ട ആളുകൾ വരണ്ടേ? പാവപ്പെട്ട ഒരു ആദിവാസിയുടെ ജീവന് വിലയില്ലേ? ഇങ്ങനെയാണോ ഒരു ഗവൺമെന്റും പോലീസും ചെയ്യേണ്ടത്? ഞങ്ങൾ വേറെ ഒരു ആവശ്യമാണ്. ഇത് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് അതിന് പരിഹാരം ഉണ്ടാവണം, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം.